സ്വന്തമായി ഒരു കാർ വാങ്ങുക എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷേ ഒരു കാർ വാങ്ങുക എന്ന് പറയുന്നത് വെറും ഒരു ഇമോഷണൽ ഡിസിഷൻ മാത്രമല്ല, അത് ഒരു കാൽക്കുലേറ്റഡ് ഡിസിഷൻ കൂടിയാണ്. ഒരു കാറിന്റെ വാല്യൂ അത് ഷോറൂമിൽ നിന്നും ഇറങ്ങുന്ന സമയം തൊട്ട് ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നു. സോ എങ്ങനെയാണ് ലോൺ എടുക്കാതെ ഒരു കാർ വാങ്ങുന്നത്? ഇനി അഥവാ ലോൺ എടുക്കേണ്ടി വന്നാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളുടെ ശമ്പളത്തിനനുസരിച്ച് വാങ്ങേണ്ട കാർ ഏതാണ്? വരൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കാർ വാങ്ങേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ അവിനാഷ്, ബോസ്വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കാർ എന്ന് പറയുന്നത് ഏവരുടെയും ഒരു സ്വപ്നമാണ്. നമ്മൾ ഇന്ന് എല്ലാവരും കാർ ഉപയോഗിക്കുന്ന ആളുകളാണ്. ലോക്കൽ കമ്മ്യൂട്ടേഷന് വേണ്ടി ഒരു ഫാമിലി ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കാറിന്റെ ആവശ്യകത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ കാർ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള വാഹനം വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ കയ്യിൽ എത്ര കാശുണ്ടോ, നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം എത്രയാണ്, അതിനനുസരിച്ച് മാത്രമേ നമ്മൾ ഒരു കാർ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മുടെ സുഹൃത്തിന്റെ വണ്ടി ഇതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ലക്ഷറി ആയിട്ടുള്ള വണ്ടി വേണം, അല്ലെങ്കിൽ അതിനേക്കാൾ ലക്ഷറി ആയിട്ടുള്ള വണ്ടി വേണം. എൻ്റെ അയൽക്കാരന്റെ വണ്ടി എന്ന് പറയുന്നത് ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു കാറാണ്, അത് ഭയങ്കര അൾട്രാ ലക്ഷറി വണ്ടിയാണ്, സോ എനിക്കും ആ ഒരു വണ്ടി തന്നെ വേണം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ വണ്ടി വേണം. പക്ഷേ എൻ്റെ സാലറി എത്രയാണ്, വളരെ കുറവാണ് എന്നിരിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു മണ്ടൻ തീരുമാനം എടുക്കാൻ വേണ്ടി പാടില്ല. ഇത്തരത്തിൽ മണ്ടൻ തീരുമാനം എടുക്കാൻ പോകുമ്പോഴാണ് നമ്മൾ കാർ ലോൺ പോലെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ബേർഡൻ നമ്മൾ തലയിലേക്ക് എടുത്തു വെക്കുന്നത്. സോ ഈ വീഡിയോയിലൂടെ നമുക്ക് കൃത്യമായിട്ട് സംസാരിക്കാം എന്തൊക്കെയാണ് ഒരു കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് കടക്കെണിയിൽ പെടാതെ നോക്കേണ്ടത്. വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം, കാരണം കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയുള്ള A to Z ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ കാർ വാങ്ങാൻ തീരുമാനിക്കുകയാണെങ്കിൽ വളരെ വൈസായിട്ട് തന്നെ, വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ തീരുമാനമെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ആദ്യത്തെ ഒരു സിനാരിയോ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരു വാഹനം, ഒരു കാർ വാങ്ങുന്ന സമയത്ത് ഒരു ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് സേവിങ്സ് വെച്ച് നമ്മുടെ കയ്യിലുള്ള പണം വെച്ച് വാങ്ങാൻ സാധിക്കുമോ? സോ നമുക്ക് പരിശോധിക്കാം. ഒരു കാർ എന്ന് പറയുന്നത് ഒരു ഡിപ്രിഷിയേറ്റിംഗ് അസറ്റാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അതായത് നമ്മൾ ഒരു കാർ ബുക്ക് ചെയ്യുന്ന സമയം തൊട്ട്, അല്ലെങ്കിൽ ഒരു കാർ നമ്മൾ വാങ്ങി അത് ഷോറൂമിൽ നിന്നും ഇറക്കി വരുന്ന സമയം തൊട്ട് അതിൻ്റെ വില കുറഞ്ഞു വരികയാണ്. നിങ്ങളൊരു കാർ 10 ലക്ഷം രൂപയുടെ ഒരു കാർ ഇന്ന് രാവിലെ വാങ്ങിയിട്ട് ഇന്ന് വൈകിട്ട് നിങ്ങളത് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടുകയില്ല. സോ അതാണ് ഡിപ്രിഷിയേറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ഡിപ്രിഷിയേറ്റിംഗ് അസറ്റിന് നമ്മൾ ലോൺ എടുത്ത് ഒരു ബാധ്യത തലയിലേക്ക് കെട്ടിവെക്കേണ്ട കാര്യമുണ്ടോ? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം. ഉദാഹരണത്തിന് നമ്മളൊരു 10 ലക്ഷം രൂപ കാർ ലോൺ എടുക്കുന്നു. 7 വർഷത്തെ കാലയളവിൽ 10% ഇൻട്രസ്റ്റ് നിരക്കിൽ നമ്മൾ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു 7 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ അടച്ചു തീർക്കുന്ന തുക മുതലും പലിശയും അടക്കം ഏകദേശം 13.94 ലക്ഷം രൂപയായിരിക്കും. അതായത് 13,94,000 രൂപ, ഏകദേശം 14 ലക്ഷത്തോളം രൂപ നമ്മൾ മുതലും പലിശയും അടക്കം ഈ ഒരു കാറിന് വേണ്ടിയിട്ട് 7 വർഷം കൊണ്ട് നമ്മൾ അടച്ചു തീർക്കുന്നു. 10 ലക്ഷം നമ്മൾ ലോൺ എടുക്കുന്നു, 4 ലക്ഷത്തോളം രൂപ നമ്മൾ ഇൻട്രസ്റ്റിലേക്ക് വേണ്ടി മാത്രം അടക്കുന്നു. നമുക്കറിയാം 4 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്ന തുക, 4 ലക്ഷം രൂപയ്ക്ക് നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാറുകൾ ഇപ്പോൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അത് വേറെ കാര്യം, ഞാൻ അതിലേക്ക് വരാം. ഒന്നും കൂടെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ്, നിങ്ങൾ വാങ്ങിയ കാർ എന്ന് പറയുന്നത് ഒരു ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ്, അതിന് 10 ലക്ഷം കൂടാതെ 4 ലക്ഷം രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നു. സോ കംപ്ലീറ്റ്ലി എൻഡ് ടു എൻഡ് വളരെ നഷ്ടക്കച്ചവടം എന്ന് തന്നെ നമ്മൾ ലോക്കൽ ഭാഷയിൽ പറയും. വളരെ നഷ്ടക്കച്ചവടമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു ഫ്രഷ് കാർ നമ്മൾ ലോൺ എടുത്ത് വാങ്ങുക എന്ന് പറയുന്നത്. അതുകൂടാതെ നിർഭാഗ്യവശാൽ ഈ ഒരു കാർ വാങ്ങിയതിന് ശേഷം ആ ലോൺ തിരിച്ചടക്കാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ലാതെ ആയിപ്പോയാലോ? ഉദാഹരണത്തിന് നമുക്ക് ജോലി നഷ്ടപ്പെടാം. കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ജോലി നഷ്ടപ്പെട്ട ആളുകളെയും മറ്റും നമ്മൾ കണ്ടതാണ്. സോ ഇത്തരത്തിൽ നമുക്ക് ഇൻകം നിലച്ച് പോയാൽ ഈ കാർ എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ വരുന്ന വലിയ ഒരു ബേർഡൻ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഞാൻ കാർ വാങ്ങുന്നത് മോശം എന്നല്ല പറയുന്നത്. ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ലോൺ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം എന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സോ വെനെവർ ഇറ്റ് ഈസ് പോസിബിൾ, നിങ്ങളൊരു കാർ വാങ്ങുകയാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ സേവിങ്സ് എമൗണ്ട് വെച്ച് നിങ്ങൾ കാർ വാങ്ങുക. ഒരു കാർ ലോൺ മാക്സിമം ഓപ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാർ ലോൺ എന്ന് പറയുന്നത് വലിയ ഒരു ബേർഡനാണ്. കൂടുതൽ എമൗണ്ട് നിങ്ങളുടെ സേവിങ്സിൽ നിന്നോ, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് FD ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സേവിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകാം. സോ ഇത്തരത്തിലുള്ള സേവിങ്സ് എല്ലാം സ്വരുക്കൂട്ടി ഒരു കാർ വാങ്ങുന്നതാണ് ഏറ്റവും ഉചിതം. കാർ ലോൺ എന്ന് പറയുന്നത് എളുപ്പത്തിൽ നമുക്ക് കിട്ടും. നമ്മൾ ഷോറൂമിൽ പോകുന്ന സമയത്ത് സാർ ലോൺ ഉണ്ട്, അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്ക് 10 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 20 ലക്ഷത്തിൻ്റെ വെഹിക്കിൾ ലോൺ അലൗഡ് ആണ്. ഇത്തരത്തിലുള്ള വെഹിക്കിൾ ലോൺസ് ഒക്കെ നിങ്ങൾക്ക് അലൗഡ് ആയിരിക്കും. നിങ്ങളുടെ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ വാഹന ലോൺ ഇപ്പോൾ ലഭിക്കും. എല്ലാ ബാങ്കുകളിൽ നിന്നും, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വാഹന ലോൺ ഈസി ആയിട്ട് ലഭിക്കും. പക്ഷേ ഈസി ആയിട്ട് ലഭിക്കുന്ന ആ ഒരു കാര്യം നമ്മൾ ലോൺ എടുത്ത ശേഷം അത് തിരിച്ചടക്കുന്ന കാര്യത്തിൽ ഉണ്ടാകില്ല. ഈ ഈസിനെസ് എന്ന് പറയുന്നത് ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് ടഫ്നെസ് ആയി മാറും.
സോ ലോൺ മാക്സിമം എടുക്കാതിരിക്കുക. നിങ്ങൾ കാർ വാങ്ങുകയാണെങ്കിൽ വാഹന ലോൺ മാക്സിമം എടുക്കാതിരിക്കുക. സേവിങ്സ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ കാർ വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, വലിയ ഒരു എമൗണ്ട് സേവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളെല്ലാം സാധാരണക്കാരാണ്. ഒരു മിഡിൽ ക്ലാസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു 10 ലക്ഷം രൂപ ഒരുമിച്ച് പെട്ടെന്ന് എടുക്കാൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അവിടെയും ഒരു സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു സുഹൃത്ത് ആദ്യമായിട്ട് കാർ വാങ്ങിച്ചത് ഒരു ലോൺ പോലും എടുക്കാതെയാണ്. ഏകദേശം 8-10 ലക്ഷം രൂപയാണ് ആ ഒരു കാറിന് വില വന്നത്. ഇപ്പോൾ ആ ഒരു സുഹൃത്ത് ആ കാർ ലോൺ വെച്ച് എടുക്കുകയാണെങ്കിൽ ഈ 8-10 ലക്ഷം രൂപയുടെ കാറിന് നമ്മൾ മൊത്തം കൊടുക്കേണ്ടി വന്നത് 10-14 ലക്ഷം രൂപയായിരുന്നേ. 10 ലക്ഷം രൂപയുടെ ഒരു വാഹന വായ്പ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 7 വർഷത്തെ കാലയളവിൽ 10% ആയിരിക്കും അതിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത്. മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ EMI എന്ന് പറയുന്നത് 16,601 രൂപയായിരിക്കും. മൊത്തം അടച്ച പലിശ തുക 3,94,000 രൂപയായിരിക്കും. സോ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും അടക്കം മൊത്തം അടക്കുന്ന തുക 13,94,000 രൂപ. ഒരു കാര്യവുമില്ലാതെ ഏകദേശം 4 ലക്ഷത്തോളം രൂപ, 3,94,000 രൂപ നമ്മൾ ബാങ്കിന് കൊടുക്കുകയാണ്. ശരിക്കും ഒരു മണ്ടത്തരം തന്നെയാണ് ഒരു വാഹന ലോൺ എടുക്കുക എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു പുതിയ കാർ വാങ്ങുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾ വാങ്ങുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ആണെങ്കിലോ, നമ്മളൊരു കാർ വാങ്ങുന്ന സമയത്ത് അത് പുതിയ കാറാണോ സെക്കൻഡ് ഹാൻഡ് കാറാണോ എന്നുള്ള കാര്യത്തിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കാറിൻ്റെ ക്വാളിറ്റിയിലാണ്. നല്ല കണ്ടീഷനാണോ, നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണോ, എല്ലാവർക്കും കംഫോർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണോ, സേഫ്റ്റി എല്ലാം ശരിയാണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അത് ഫ്രഷ് കാറാണെങ്കിലും സെക്കൻഡ് ഹാൻഡ് കാറാണെങ്കിലും ഈ ഒരു കാര്യങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ സാധ്യമാണ്. ഇന്ന് ഒരുപാട് സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കുന്ന ഷോറൂംസ് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നോക്കി വളരെ എക്സ്പെർട്ടിന്റെ സഹായത്തോടു കൂടി കാർ വാങ്ങാൻ പോകുമ്പോൾ ഒരു എക്സ്പെർട്ടിനെ കൊണ്ടുപോകണം, അത് വേറെ കാര്യം, അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എക്സ്പെർട്ടിന്റെ സഹായത്തോടു കൂടി ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാൻ ഇന്ന് വളരെ വളരെ എളുപ്പമാണ്. ഒരു കാർ വാങ്ങി ആദ്യത്തെ വർഷത്തിൽ തന്നെ അതിന്റെ 20% വാല്യൂ കുറയപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അടുത്ത 2-3 വർഷത്തിനുള്ളിൽ അത് 30% മാറുന്നു. 3-4 വർഷമാകുമ്പോഴേക്കും അത് 40% മാറുന്നു. അതായത് നിങ്ങളൊരു കാർ വാങ്ങി ഏകദേശം 5 വർഷമാകുമ്പോഴേക്കും ആ കാറിന്റെ മൊത്തം വാല്യൂ അതിന്റെ പകുതിയായി കുറയുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. സോ നിങ്ങൾ 3-4 വർഷം മുമ്പ് 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ഒരു കാർ ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേക്കും അത് 5 ലക്ഷം രൂപയ്ക്ക് ഒരാൾക്ക് വാങ്ങിക്കാൻ പറ്റും എന്നതാണ് വസ്തുത. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വളരെ എക്സ്പെർട്ടിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എല്ലാ കണ്ടീഷനും ഓക്കെയാണ്, വളരെ ചുരുക്കം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഒരു എമൗണ്ട് തന്നെ ലാഭിക്കാൻ സാധ്യമാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുമ്പോഴും ലോണുകൾ അവൈലബിൾ ആണ്. സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുമ്പോൾ മാക്സിമം ലോൺ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം സെക്കൻഡ് ഹാൻഡ് കാറുകൾക്ക് ബാങ്കുകൾ ലോൺ കൊടുക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാവാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ നമ്മൾ ആദ്യത്തെ ഫ്രഷ് കാർ വാങ്ങേണ്ട പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ആലോചിച്ചാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഫ്രഷ് കാർ വാങ്ങുന്ന മെന്റാലിറ്റിയോട് കൂടി ഒരു ലോണെല്ലാം എടുത്ത് ഫ്രഷ് ആയിട്ട് വാങ്ങാൻ പോകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെ നിന്നൊക്കെ കാശ് ഒപ്പിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാവാം, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തിന്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ട്, അതായത് സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടല്ലോ, ഇത്തരത്തിൽ വാങ്ങിയിട്ട് നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും മികച്ച തീരുമാനം എന്ന് തന്നെ നിസ്സംശയം ഞാൻ നിങ്ങളോട് പറയും. സോ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ കണക്ക് പ്രകാരം ഒരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ അതിന്റെ വാല്യൂ 20% കുറയുന്നു. 3 വർഷമാകുമ്പോഴേക്കും അത് 30% കുറയുന്നു. 3-4 വർഷമാകുമ്പോഴേക്കും 40% അത് കുറയുന്നു. 5 വർഷമാകുമ്പോഴേക്കും കാറിന്റെ വില 50% കുറയുന്നു എന്നതാണ് കണക്ക്. ഇനി നമുക്ക് ഒരു തരത്തിൽ നമുക്ക് ലോൺ എടുക്കാതെ കാർ എടുക്കാൻ വകുപ്പില്ല എന്നിരിക്കട്ടെ, ലോൺ എടുത്തേ പറ്റൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരു കാർ ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതിമാസ വരുമാനത്തിന്റെ 30% മുകളിൽ പോകാൻ പാടില്ല നിങ്ങളുടെ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ EMI എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ പ്രതിമാസ വരുമാനം 1 ലക്ഷം രൂപയാണെങ്കിൽ 30,000 അതിന്റെ താഴെയോ ആയിരിക്കണം നിങ്ങൾ കാറിന്റെ EMI ആയിട്ട് അടക്കേണ്ടത്. അതുമാത്രമല്ല, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ 30% കൊടുത്ത് ഒരു കാർ ലോൺ എടുക്കാൻ റെഡിയാണ് എന്നിരിക്കെ നിങ്ങൾക്ക് മറ്റൊരു ഹോം ലോണോ പേഴ്സണൽ ലോണോ ഉണ്ടാവാൻ പാടില്ല എന്നത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ ശമ്പളത്തിന്റെ 30% നിങ്ങൾ കാറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം നിങ്ങൾക്കൊരു പേഴ്സണൽ ലോൺ ഉണ്ട്, ഇപ്പുറത്ത് ഒരു ഭവന വായ്പ അപ്പുറത്തുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്താവും, സ്വാഭാവികമായിട്ടും ഞാൻ പറയേണ്ട ആവശ്യമില്ല, സ്വാഭാവികമായിട്ടും നമുക്ക് വലിയൊരു തലവേദന തന്നെ ആയിരിക്കും. സോ വേറെ ഒരു ലോണും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ, വേറെ ഒരു ലോണും ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ കാറിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലോൺ എടുക്കാൻ പാടുള്ളൂ. കൂടാതെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വരുമാനത്തിന് കണക്കായിട്ട് മാത്രമേ നിങ്ങളുടെ കാർ നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ.
അതായത് നിങ്ങൾ 50,000 രൂപ സാലറിയുള്ള ഒരാളാണ്, പക്ഷേ നിങ്ങൾക്കൊരു BMW വേണം എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ചിന്തിക്കുന്നതിൽ തെറ്റില്ല, സ്വപ്നം കാണുന്നതെല്ലാം നല്ലതാണ്. പക്ഷേ നമ്മളുടെ വരുമാനത്തിന് കണക്കായിട്ട് മാത്രമേ നമ്മൾ ഇപ്പുറത്ത് ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ. നമുക്കൊരു കാർ വാങ്ങുന്ന സമയത്ത് അതിന് കണക്കായിട്ടുള്ള ലെവലിൽ ഉള്ള ഒരു വണ്ടി മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ. അഥവാ നിങ്ങൾക്ക് ലോൺ അവൈലബിൾ ആണ്, ലോൺ എല്ലാം റെഡിയാണ് എന്നിരിക്കെ നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ വരും. പക്ഷേ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ മറ്റ് ചെലവുകൾ അല്ലെങ്കിൽ നമുക്ക് മറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റ് ബാധ്യതകൾ ഇതെല്ലാം കൂടി ആലോചിച്ചിട്ട് വേണം. എസ്പെഷ്യലി പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ എമർജൻസി പോലെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് പണം അതിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ കാർ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ പ്രതിമാസ വരുമാനം 60,000 രൂപയാണ് എന്നിരിക്കട്ടെ, നിങ്ങൾ വാങ്ങേണ്ട ഒരു കാറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. ഇത് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ വരുന്ന ഒരു കാൽക്കുലേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 10 ലക്ഷം രൂപയാണ് കാറിന്റെ വില. സ്വാഭാവികമായിട്ടും ഒരു ഡൗൺ പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതൊരു 2 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നു. ബാക്കി 8 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുക്കുകയാണ്. ഈ 8 ലക്ഷം രൂപ എന്ന് പറയുന്നത് 10% പലിശ നിരക്കിൽ 5 വർഷത്തെ കാലയളവിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം 17,000-ഓളം രൂപയായിരിക്കും പ്രതിമാസ അടവ് അല്ലെങ്കിൽ EMI എന്ന് പറയുന്നത്. ഈ ഒരു 17,000 രൂപ EMI ആയിട്ട് പോകുന്ന സമയത്ത് ബാക്കി 43,000 രൂപയായിരിക്കും നിങ്ങളുടെ മറ്റ് ചെലവുകൾക്ക്. അതായത് നിങ്ങളുടെ വീട്ടു ചെലവുകൾ, മറ്റു കാര്യങ്ങൾ, വിദ്യാഭ്യാസം പോലെയുള്ള കാര്യങ്ങൾ, കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ചെലവ്, ഈ ഒരു 43,000 മറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ, ഈ ഒരു 43,000 രൂപയിൽ നിന്നായിരിക്കും ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റ് തരത്തിലുള്ള ലോണുകളോ ബാധ്യതകളോ ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്തരത്തിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലോണുകളോ EMIകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ യു ഷുഡ് നെവർ ഓപ്റ്റ് എ കാർ ലോൺ. സോ ഇത്തരത്തിൽ ഒരു ബാധ്യതയും ഇല്ല, ഈ ഒരു കാർ ലോൺ മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ട് എന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മോശമല്ലാതെ തന്നെ അധികം ബാധ്യത തലയിൽ വരാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ നിങ്ങൾക്ക് കാർ ലോൺ EMI കാൽക്കുലേറ്റർ ഇന്ന് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന വാഹനത്തിന്റെ എമൗണ്ടും നിങ്ങൾ എടുക്കാൻ പോകുന്ന ലോണിന്റെ എമൗണ്ടും അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം നിങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് EMI കാൽക്കുലേറ്ററിലൂടെ നോക്കാൻ വേണ്ടി സാധ്യമാണ്. സോ ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് കാർ വാങ്ങാൻ പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ചില അഡ്വൈസസ് ആണ്, നിങ്ങളിത് കേൾക്കണം. അതായത് നിങ്ങളൊരു പുതിയ കാർ വാങ്ങുകയാണെങ്കിലും നിങ്ങളൊരു യൂസ്ഡ് കാർ വാങ്ങുകയാണെങ്കിലും ഒരിക്കലും ലോൺ എടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. മറ്റ് ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പണം സ്വരൂപിക്കാൻ കഴിയുമെങ്കിൽ അതുവഴിയോ നിങ്ങൾ കാർ വാങ്ങുക. കാർ ലോൺ എടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഷോറൂമിൽ നിന്നും എത്ര വേണമെങ്കിലും കാർ ലോൺ ലഭ്യമാണ് എന്ന് അവർ പറയും. നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ലോണിന് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 20 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ ലഭിക്കും, നിങ്ങൾക്ക് 30 ലക്ഷം രൂപ ലോൺ ലഭിക്കും, ഈസി ആയിട്ട് എടുത്തോളാം, ഒരു 2 ഒപ്പിട്ടാൽ മാത്രം മതി, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാർ ലോൺ ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകും. സോ അതിലൊന്നും വീഴാതെ സൂക്ഷിക്കുക. ഈ ലോൺ എടുക്കുന്നത് വളരെ എളുപ്പമുള്ള ഒരു പ്രോസസ്സാണ്, പക്ഷെ തിരിച്ചടവ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങളുടെ വരുമാനം എത്രയാണ്, നിങ്ങളുടെ പ്രതിമാസ വരുമാനം എത്രയാണോ അതിന് കണക്കായിട്ട് മാത്രമേ നിങ്ങൾ ഒരു വണ്ടി ചൂസ് ചെയ്യാൻ പാടുകയുള്ളൂ. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലോൺ എടുക്കുന്നതിന്റെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. സോ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ബിസിനസ് തുടങ്ങി നിങ്ങൾക്ക് അതിൽ സക്സസ് ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ആപ്പ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ബോസ് വാല ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ ലഭ്യമാണ്. ഏകദേശം 500-ലധികം വീഡിയോ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് വളരെ തുച്ഛമായ എമൗണ്ടിൽ ആക്സസ് ലഭിക്കുന്നു. നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനുള്ള വളരെ എക്സ്പേർട്ട് മെന്റർഷിപ്പ് നിങ്ങൾക്ക് ബോസ് വാല ആപ്പിൽ നിന്നും ലഭിക്കുന്നു. സോ നിങ്ങൾ ഇന്ന് തന്നെ ബോസ് വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരിക്കൽ കൂടെ പറയുകയാണ്, കാർ വാങ്ങുമ്പോൾ ലോൺ എടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. Boss Wala. Be the boss.